ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ. ഞാൻ പുല്ലാട്ട് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കടന്നു വന്നിട്ട് 24 കൊല്ലങ്ങൾ കഴിയുകയാണ്. അന്ന് മുതൽ ഈ നിമിഷം വരെയും ഹൃദ്യമായ ആത്മീയ ബന്ധം പുലർത്തിപ്പോന്ന അനേക ഭവനങ്ങൾ പുല്ലാട്ടുണ്ട്. അതിൽ അതിപ്രധാനമായ ഒരു ഭവനമാണ് പ്രിയ ജോയിച്ചാൻ്റെ ഭവനം. ഇവിടെ കടന്നു വരുമ്പോൾ പ്രിയ ജോയിച്ചാൻ ആദ്യമേ ചോദിക്കും, ഗബ്രിയേൽ സോര എന്തുണ്ട് വിശേഷമെന്ന്. അങ്ങനെയാണ് ഞങ്ങളുടെ സംഭാഷണത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നത്. അതിനുശേഷം താൻ എല്ലാ കാര്യങ്ങളും തിരക്കി എല്ലാ ക്ഷേമ അന്വേഷണങ്ങളും നടത്തി ഞങ്ങൾ പ്രാർത്ഥിച്ച് പിരിയുമ്പോൾ ഒരു നല്ല ചിരിയും തൻ്റെ മുഖത്ത് കാണാനായിട്ട് കഴിയും. ഇതൊക്കെ ഇപ്പോൾ അനുസ്മരിക്കുകയല്ലാതെ മറ്റ് യാതൊരു നിർവാഹവും ഇല്ല. പ്രിയപ്പെട്ടവൻ 3 നിലകളിൽ ഉള്ള തൻ്റെ എല്ലാ കടമകളും സ്തുത്യർഹമായി നിർവഹിച്ച ശേഷമാണ് കടന്നുപോയിരിക്കുന്നത്. ഒന്നാമത്തെ മേഖല തൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിലാണ്. എല്ലാ കടപ്പാടുകളും നിർവഹിച്ചു. പ്രിയ അമ്മാമ്മ അതിഭയങ്കരമായ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് മരണത്തിൽ നിന്ന് കഷ്ടിച്ച് മാത്രം രക്ഷപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഞാനിവിടെ വന്നപ്പോൾ പ്രിയ അച്ചാനോട് ഞാൻ പറഞ്ഞു, അച്ചാൻ വേദനയും പ്രയാസങ്ങളും കൊണ്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അച്ചാൻ അമ്മാമ്മയെ ശുശ്രൂഷിക്കുന്നു, അച്ചാനെ ശുശ്രൂഷിക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അച്ചാൻ എന്നോട് പറഞ്ഞത്, എനിക്ക് എൻ്റെ സഹോദര എന്നെ ശുശ്രൂഷിക്കാൻ സ്വർഗത്തിലെ ദൈവമുണ്ട് എന്നാണ് പറഞ്ഞത്. എൻ്റെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞുപോയി. പ്രിയാച്ചാൻ കുടുംബത്തോടുള്ള ബന്ധത്തിലുള്ള തൻ്റെ എല്ലാ കടമകളും അത് കൃത്യമായി നിർവഹിച്ച് ദൈവസന്നിധിയിൽ സ്തുത്യർഹമായ ഒരു അംഗീകാരം താൻ പ്രാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ രണ്ടാമത്തെ മേഖല തൻ്റെ സഭാബന്ധത്തിലാണ്. പ്രിയ സാർ ഓർപ്പിച്ചതുപോലെ ആ ബന്ധത്തിൽ തൻ്റെ എല്ലാ കടമകളും വളരെ ഭംഗിയായി നിർവഹിക്കുവാൻ തക്കവണ്ണം 66 വയസ്സിൽ പ്രിയ ജോയിച്ചാനിടയായി. മൂന്നാമത്തെ തൻ്റെ മേഖല തൻ്റെ സാമൂഹിക മേഖലയാണ്. താൻ പുല്ലാട്ടൊക്കെ കടന്നു വരുമ്പോൾ തൻ്റെ സുഹൃത്ത് വലയത്തെ എനിക്ക് കാണാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ സാമൂഹികമായിരിക്കുന്ന മേഖലയിലും മികവ് കാട്ടി ആ ഭാഗങ്ങളിലും എല്ലാം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് താൻ കടന്നുപോയി. അതുകൊണ്ട് നമുക്കിങ്ങനെ പറയാം, അത് തൻ്റെ ജീവിതം താൻ പൂർത്തീകരിച്ച് കടന്നു പോയിരിക്കുകയാണ്. 66 വയസ്സുകൊണ്ട് ഒരു പുരുഷായുസ്സിൽ തീർക്കുവാൻ തക്കവണ്ണം കഴിയുന്ന എല്ലാ കാര്യങ്ങളും താൻ കൃത്യമായി നിർവഹിച്ച് കടന്നുപോയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു ദൈവദാസൻ ഞാനിവിടെ കടന്നു വന്നപ്പോൾ ഒരു ദൈവദാസൻ അനുസ്മരിച്ചുകൊണ്ടൊരു വചനം ഉദ്ധരിച്ചത് ഞാനും പറയുകയാണ്. 116 സങ്കീർത്തനത്തിലെ ഒരു വാക്യം. അതെ, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ് എന്നാണ്. അങ്ങനെ ദൈവത്തിന് വിലപ്പെട്ട ഒരു മരണം കൂടെ ഈ പുല്ലാട് ദേശത്ത് സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ അച്ചാനെ സംബന്ധിച്ച് നമുക്ക് സ്വർഗത്തിൽ എല്ലാ സന്തോഷത്തോടും തേജസ്സോടും കൂടെ പ്രിയപ്പെട്ടവനെ നമുക്ക് കാണാം. പ്രിയ അമ്മാമ്മയെയും മക്കളെയും പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളമായി ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അച്ചാൻ കടന്നുപോയതിൻ്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ എൻ്റെ ഉറ്റ സുഹൃത്തായ പ്രിയ കുറ്റിയിലെ അനിയച്ചാൻ എന്നോട് ടെലിഫോണിൽ രാവിലെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ ജോയിച്ചാൻ കടന്നുപോയി എന്ന്. ഉടൻ തന്നെ ഞാൻ തിരക്കിട്ട് ഇവിടെ കടന്നു വന്ന അമ്മാമ്മയെയും പ്രിയപ്പെട്ടവരെയൊക്കെ കണ്ട് ആശ്വസിപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി. അതിനുശേഷം ഇന്നലെ രാവിലെയും കടന്നു വരുവാനും ഈ ശുശ്രൂഷയുടെയൊക്കെ ക്ഷേമത്തിനും അനുഗ്രഹങ്ങൾക്കായിട്ടും ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ എല്ലാ ആശ്വാസത്തിനായിട്ടും ഇന്നലെയും കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ എനിക്കിടയായി തീർന്നു. പ്രിയാച്ചാനെ എനിക്കും സ്വർഗത്തിൽ കാണാം എന്നുള്ളതായിരിക്കുന്ന ആ ആശ്വാസത്തോടും സമാധാനത്തോടും കൂടെ ഞാനും എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുകയാണ്. വലിയവനായ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ. കുറേ വർഷങ്ങളായിട്ട് പ്രിയ ജോയിച്ചാനെ ഇവിടെ വന്ന് കാണുകയും പല കാര്യങ്ങൾക്കായിട്ട് അദ്ദേഹവുമായി ഇടപെടുവാനും സംസാരിക്കുവാനും ഇടയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ബേബിച്ചായൻ, അതുപോലെ സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ,
പ്രിയ രാജു, അതുപോലെ തമ്പിച്ചായൻ, കുഞ്ഞുമോൻ ചായൻ, ഇങ്ങനെ ഇവരുമായിട്ടൊക്കെയുള്ള ബന്ധം ന്യൂയോർക്കിൽ ചെല്ലുമ്പോൾ അവർ കൂടുന്ന സഭകളിൽ പോകുവാനും അവരുടെ ഹൃദ്യമായ സ്നേഹവും കൂട്ടായ്മയും അനുഭവിപ്പാൻ ഇടയായിട്ടുണ്ട്. പ്രിയ ബേബിച്ചാൻ പറഞ്ഞതുപോലെ ഒത്തിരി കാര്യങ്ങൾ അനുസ്മരിക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ വചനത്തിൽ മോശ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഓരോ മരണക്കിടക്കയും ഈ ഓർമ്മ, ഈ വിചാരം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടെ നിന്ന് മാറ്റപ്പെടും. മോശ 40 വർഷത്തെ മരുഭൂമി പ്രയാണത്തിൻ്റെ ഏതാണ്ട് അന്ത്യഘട്ടത്തിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ലക്ഷോപലക്ഷം ജനങ്ങൾ, താൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മരുഭൂമിയിൽ പട്ടുപോകും, അല്ലെങ്കിൽ പട്ടുപോയവരെക്കുറിച്ച് ഒരാളിങ്ങനെ പറഞ്ഞു. തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ അഹരോന്റെ മരണക്കിടക്കയുടെ അരികിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. എങ്കിലും ദീർഘമായ 40 വർഷത്തെ ഓർമ്മകൾ തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഒരു കാര്യം മോശയ്ക്ക് ബോധ്യമായി, നീ മാത്രമേ എന്നും സ്ഥിരമായി നിൽക്കുന്നുള്ളൂ. യഥാവാനായി വന്നു പാർക്കുവാനൊരിടം, തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതം അവിടുന്ന് മാത്രമാണ്. എന്നാൽ പൗലോസ് പറഞ്ഞു, ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുന്ന കർത്താവായ യേശുക്രിസ്തു, അവിടെ നാം എല്ലാവരും സ്വർഗത്തിൽ പോകുന്ന കാര്യമേ പലപ്പോഴും ചിന്തിക്കാറുള്ളൂ. എന്നാൽ അതിനു മുൻപ് നമ്മുടെ കർത്താവിന് മുൻപിൽ നിന്ന് സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഊഷ്മളമായ ആ വാക്കുകൾ നമ്മോട് പറയും. അതോടൊപ്പം നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുവാൻ അവിടെ ഇടയാകും. ഓരോ മരണക്കിടക്കയും അത് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നീതിയുള്ള ന്യായാധിപതി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. നമ്മൾ വിചാരിക്കും അവിടെ നമ്മളോടൊന്നും ചോദിക്കയില്ല എന്ന് വിചാരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും, സമസ്ത തലങ്ങളും അവിടെ വെച്ച് ചോദിക്കുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് ഓരോ മരണക്കിടക്കയും നമ്മോട് സംസാരിക്കുന്നത്, ഞാൻ ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു. ഒരു വിപൽ പ്രബോധനം ഈ മരണക്കിടക്ക് നമ്മോട് സംസാരിക്കും. സമാശ്വാസത്തിൻ്റെയും കണ്ണുനീരൊപ്പുന്നതിൻ്റെയും ഒക്കെ വാക്കുകൾ പറയുന്നതോടൊപ്പം, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവിടെ ചെന്ന് കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണമല്ലോ. അതുകൊണ്ട് ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തി ജീവിക്കുക എന്നുള്ള കാര്യവും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒത്തിരി ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതായതുകൊണ്ട് ഇവിടെ ചുറ്റും കൂടിയിരിക്കുന്നവർ ഒരു മരണക്കിടക്കയിൽ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കുവാൻ നമുക്കിടയാകും. അപ്പോഴാണ് നാം ചിന്തിക്കേണ്ടത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. വി ഓൾ ഹാവ് ടു ബി മാനിഫെസ്റ്റഡ് ബിഫോർ ദ ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. ആ വലിയ ചിന്ത ഓരോ മരണക്കിടയ്ക്ക് നമ്മോട് സംസാരിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. വാത്സല്യ കുടുംബത്തെ, പ്രിയ സഹോദരി, കുഞ്ഞുങ്ങൾ, ഇവരെയൊക്കെ വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം തൻ്റെ കരങ്ങൾ നീട്ടി ആശ്വസിപ്പിക്കട്ടെ. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാടിൻ്റെ ദുഃഖത്തിൽ കഴിയുന്ന എല്ലാ ഹൃദയങ്ങൾക്കും വലിയവനായ ദൈവം തൻ്റെ കൃപയാലുള്ള ആശ്വാസം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിച്ച് ഈ ലോകത്തിൽ നിന്ന് താനേറെ പ്രത്യാശ വച്ചിരുന്ന ആ നാട്ടിലേക്ക് യാത്രയാകുവാനിടയായ അനുഗ്രഹീതനായ ഈ ദൈവദാസന്റെ ജീവിതത്തിനായിട്ട് സ്തോത്രം ചെയ്യും. ജീവിതങ്ങളെ അർത്ഥമുള്ളതും വിലയുള്ളതും ലോകത്തിൽ മാന്യതയുള്ളതുമായും നിലനിർത്തുന്നത് ദൈവത്തിൻ്റെ വഴികളാണ്, ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. ജീവിതയാത്രയിൽ യേശുക്രിസ്തുവിലേക്ക് തൻ്റെ ജീവിതം അർപ്പിക്കുവാനിടയായതിൻ്റെ ധന്യതയാണ് ഈ രാവിലെ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ജീവിതമോ ആയുസ്സോ ദൈവത്തിൻ്റെ ഔദാര്യം മാത്രമാണ്. ആ ഔദാര്യത്തിൽ നാം 60-കളോ 70-കളോ 80-ഓ ഒക്കെ പിന്നിടുകയാണ്.
തുറന്ന മൂക്കിലെ ശ്വാസവുമായിട്ട് നാം ജീവിക്കുകയാണ്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജീവൻ നമ്മുടെ ഉള്ളിൽ നിലനിർത്തുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയുടെ മുൻപിൽ ഓരോ പ്രഭാതത്തിലും തലവണക്കിക്കൊണ്ട് നന്ദി പറയുവാനേ മനുഷ്യന് സാധിക്കുകയുള്ളൂ. ദൈവം നൽകിയ ഈ ആയുസ് ദൈവമഹത്വത്തിനു വേണ്ടി അർപ്പിക്കുവാൻ സാധിക്കുന്നെങ്കിൽ അത്രയും വലിയൊരു കാര്യം മനുഷ്യന് ഭൂമിയിൽ വേറെയില്ല. കർത്താവ് പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവന് എന്തു പ്രയോജനം? പ്രിയപ്പെട്ട ജോയിച്ചാന് തൻ്റെ ജീവിതകാലത്ത് കർത്താവിനെ രക്ഷകനും നാഥനുമായി അംഗീകരിച്ച് ഒരു ദൈവപൈരായി തീരാൻ ഭാഗ്യമുണ്ടായി. അതാണ് ഈ ജീവിതത്തിൻ്റെ ധന്യത. മരണത്തെ സംബന്ധിച്ച് കുറേയേറെ അവ്യക്തതകൾ ഇന്നും ലോകത്തിലുണ്ട്. ഏറ്റവും വലിയ പ്രസംഗകൻ മരണമാണ്. നമ്മോട് ശക്തമായി സംസാരിക്കുന്നു മരണം. ഈ ഭൂമിയോടൊരു വിട പറയൽ നമുക്കുണ്ട്. ബന്ധങ്ങളോടൊരു വിട പറയൽ നമുക്കുണ്ട്. ഈ തീരം വിട്ടൊരു യാത്ര നമുക്കുണ്ട്. എവിടേക്ക് പോകും എന്നത് സംബന്ധിച്ച മതങ്ങൾ ഇരുളിൽ തപ്പുമ്പോൾ നമ്മുടെ കർത്താവ് ലാസറിന്റെ മരണത്തെ സംബന്ധിച്ച് ഉപമയിലൂടെ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, അവനോ ഇവിടെ ആശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ അർപ്പിച്ച ജീവിതത്തിൻ്റെ അനന്തമായ ഭാവിയിൽ കർത്താവിനോടുകൂടി ആശ്വസിക്കുന്ന ധന്യമായ ദിനങ്ങളുണ്ട്, ഭാവിയുണ്ട്. ഈ പ്രിയ പിതാവിന് അത് സിദ്ധിച്ചു. ഈ മരണം നമ്മോട് ഉറക്കെ പ്രസംഗിക്കുമ്പോൾ, ഈ മൃതശരീരത്തിന് സമീപത്തൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ നാളുകൾ എണ്ണിത്തീർന്നാൽ നാം എവിടെയെന്ന ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എൻ്റെ വാക്കുകളെ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. ദുഃഖത്തിൽ അനേക ഹൃദയങ്ങൾ ഇവിടെയുണ്ട്. എന്നാൽ പ്രത്യാശയുള്ള ഹൃദയങ്ങൾ അതിലേറെയുണ്ട്. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് വരുന്നു. മരണമില്ലാത്തൊരു ലോകത്തേക്ക് നാം മാറ്റപ്പെടും. അവനോടുകൂടെ നിത്യയുഗങ്ങൾ വാഴും. പ്രിയപ്പെട്ട ബാബുച്ചാൻ ഓർപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട ബേച്ചാനോട്, സഹോദരിമാരോട്, കുടുംബങ്ങളോട്, ഈ ഭവനത്തിലെ കുഞ്ഞുങ്ങളോട്, പ്രിയ മോളോട്, മോനോട് ഒക്കെ ഉള്ള എൻ്റെ ദുഃഖം ഞാൻ പങ്കുവയ്ക്കുന്നു. സ്വർഗത്തിലെ ദൈവം എല്ലാ ആശ്വാസവും ധൈര്യവും പ്രത്യാശയും നമ്മുടെ ജീവിതങ്ങൾക്ക് നൽകട്ടെ. മുന്നോട്ടുള്ള ആത്മീയ യാത്ര കുറെ കൂടെ കൃപ നിറഞ്ഞതും പ്രത്യാശയുള്ളതുമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദുഃഖത്തിലെ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. വേർപാട് വേദനാജനകമാണ്. എങ്കിലും ദൈവമക്കളായ നമുക്ക് വലിയൊരു പ്രത്യാശ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നാം വിശ്വസിച്ച കർത്താവ് മരണത്തോടുകൂടി അവസാനിക്കുകയല്ലായിരുന്നു, മരണത്തെ ജയിച്ച് ജയാളിയായിട്ട് ജീവിക്കുന്നു. കർത്താവ് മരിച്ച് തീർന്നിരുന്നെങ്കിൽ ഇവിടെ ഈ നിലയിൽ ഒരു അനുസ്മരണമോ പ്രത്യാശയെ പുതുക്കുന്ന വാക്കുകളോ പറയുകയില്ലായിരുന്നു. മരണശേഷം ഒരു ജീവിതമുണ്ടെന്ന് തെളിയിച്ച വ്യക്തി ഒരേ വ്യക്തിയേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രമാണ്. ഈ ദുഃഖവേളയിൽ എനിക്കും ഓർക്കുവാനായിട്ടുള്ളത്, ഈ പ്രിയ ജോയിച്ചാനുമായിട്ട് ദീർഘവർഷമായിട്ടുള്ള പരിചയവും ഞങ്ങൾക്ക് ഒന്നിച്ച് പല സ്ഥലങ്ങളിൽ ഈ കുടുംബത്തിൻ്റെ പല വിവാഹ ശുശ്രൂഷകളിലൊക്കെ പോകുമ്പോൾ ഒന്നിച്ച് യാത്ര ചെയ്യുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഒന്നിച്ച് ഒരേ സീറ്റിലിരുന്ന് അന്യോന്യം അനേക കാര്യങ്ങൾ സംസാരിക്കാൻ ഇടയായിട്ടുണ്ട്. അതിലുപരിയായിട്ട് ബേബിച്ചാൻ്റെ പെങ്ങളെ പാണനാട് മണക്കണ്ടത്തിൽ കുടുംബത്തിലാണ് വിവാഹം കഴിച്ചത്. മേരി മാമ. ഈ ഭവനത്തിൻ്റെ പേര് തന്നെ മേരി ഭവൻ എന്നാണ്. രണ്ട് നിലയിലുള്ള ബന്ധമാണ് ബേബിച്ചാന് പാണ്ടനാടുമായിട്ട് ഉള്ളത്. മണക്കണ്ടത്തിലെ കുച്ചോയി ചായൻ്റെ ഭാര്യ. ആ നിലയിലും അവർക്ക് രണ്ട് ബന്ധമാണ് പാണ്ടനാടുമായിട്ട് പ്രിയ ജോയിച്ചാനുള്ളത്. അങ്ങനെ ദീർഘവർഷത്തെ പരിചയം ഈ പ്രിയ ഭവനത്തിലുണ്ട്. പല സന്ദർഭങ്ങളിൽ ഇവിടെ കടന്നു വരുവാൻ പ്രിയപ്പെട്ടവരോട് ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിട്ടുണ്ട്. 65 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിപ്പാൻ കർത്താവ് അവസരം കൊടുത്തു. ആ ജീവിതയാത്രയിൽ താൻ നേടേണ്ട ഏറ്റവും വലിയ കാര്യം തൻ്റെ മരണശേഷമുള്ള ജീവിതത്തെ ഉറപ്പ് പ്രാപിച്ചുകൊണ്ടാണ് താൻ ഇവിടെ ജീവിച്ചത്. ഇവിടെ കടന്നു വന്ന നമുക്കെല്ലാവർക്കും, നമ്മളെല്ലാവരും കർത്താവ് വരാൻ താമസിക്കുന്നെങ്കിൽ ഇതേ നിലയിൽ ഇവിടെ നിന്ന് കടന്നു പോകേണ്ടവരാണ്. എന്നാൽ നമ്മുടെ മരണശേഷം നമ്മുടെ നിത്യത എവിടെയായിരിക്കും?
രണ്ട് നിത്യതയാണ്. സ്വർഗവും നിത്യമാണ്, നരകവും നിത്യമാണ്. നരകത്തിലേക്ക് പോകാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഇങ്ങനെ തന്നെ പോയാൽ മതി. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോടൊന്നിച്ച് യുഗായുഗം നമുക്ക് വസിക്കണമെങ്കിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ ഈ കർത്താവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചെങ്കിൽ മാത്രമേ നിത്യജീവന്റെ അവകാശികളായി തീരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. യേശു ക്രിസ്തു തന്നെ അത് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ ക്രിസ്തു തന്നെ പറയുകയാണ്, ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണശേഷമുള്ള ജീവിത ഉറപ്പ് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. നാം വായിച്ച വേദഭാഗത്ത് എൻ്റെ വചനം കേട്ട് എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഉറപ്പായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഉണ്ടാകുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഉണ്ടായേക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിത്യജീവനുണ്ട്. വിശ്വസിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ നമുക്ക് കൈവശമാക്കുവാനായിട്ട് കഴിയും. മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. മരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകും. ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷ പ്രിയ ജോയിച്ചാൻ വേണ്ടിയുള്ളതല്ല. നമ്മളിപ്പോൾ കേട്ടതുപോലെ നാം ഓരോരുത്തരും മരണം വഴിയായിട്ട് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ടവരാണ്. എന്നാൽ നമ്മുടെ മരണശേഷം നമ്മുടെ നിത്യത എവിടെയായിരിക്കും എന്ന് ഈ സന്ദർഭത്തിൽ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ ഇതുവരെ ആ ഉറപ്പ് പ്രാപിച്ചിട്ടില്ലാത്തവർ യേശു ക്രിസ്തുവിനെ തങ്ങളുടെ ജീവിതത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് നിത്യജീവന്റെ അവകാശികളായി തീരുവാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് മാത്രമാണ് നമുക്ക് ആശ്വാസം തരുവാനായിട്ടുള്ളൂ. കർത്താവിനെ കുറിച്ച് നാം വായിക്കുന്നത്, മനസ്സലിവുള്ള പിതാവും സർവ്വ ആശ്വാസത്തിൻ്റെയും ഉറവിടം. കർത്താവിന് മാത്രമേ നമ്മളെ ആശ്വസിപ്പിക്കുവാനായിട്ട് കഴിയുള്ളൂ. ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ആശ്വാസമായിട്ടുള്ളത്. ആ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് തരുന്ന ദിവസങ്ങൾ ഈ കർത്താവിന് വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ദുഃഖത്തിലിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെയും പ്രിയ അമ്മാമയും ബന്ധുമിത്രാദികളെയും സഭാവിശ്വാസികളെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള ആ വലിയേറെ വാക്കോടുകൂടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങളുടെ സഭയുടെയും ദുഃഖം ഞങ്ങൾ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 65-66 വർഷക്കാലം ഈ ഭൂമി ജീവിക്കുവാൻ പ്രിയ ജോയിച്ചാനെ ദൈവം അനുവദിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്ന സഭയുടെ പ്രാർത്ഥനാ കൂടിവരിൽ ശനിയാഴ്ച വൈകിട്ട് കടന്നു വന്ന് അല്പനേരം ദൈവനെ സംസാരിപ്പാനിടയായി. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ പ്രിയ അച്ചായൻ്റെ മക്കളിൽ കൂടിയാണ് ഈ ഭവനത്തെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിവുണ്ടാകുവാൻ തന്നെ ഇവിടെയായത്. എൻ്റെ കാരണം പ്രിയ മകനും പ്രിയ മകളും വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പായി സുവിശേഷകൻ ബാലസംഘം കുമ്മനാട് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ, ലേഖന സമ്മേളനങ്ങളൊക്കെ വളരെ കടപ്പുറ സഭയിൽ നിന്നും വളരെ താല്പര്യത്തോട് കടന്നു വന്ന് സംബന്ധിക്കുന്ന 2 കുഞ്ഞുങ്ങളായിരുന്നു. അന്ന് അതിൻ്റെ ഉത്തരവാദിത്തമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ നിലയിൽ പ്രിയഭവനുമായി ആ ആത്മീയ ബന്ധത്തിൽ പരിചയപ്പെടുവാൻ തക്കണത് ഇവിടെയായി. കഴിഞ്ഞ ഏതാനും നാളുകളായി കൂടുതലായി ഈ പ്രിയഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഇടയായിട്ടുണ്ട്. പ്രിയ അമ്മാമയുടെ അപകടം, അതിനെ തുടർന്ന് പ്രിയ ജോയിച്ചാൻ്റെ ശരീരസ്ഥിതി, ഇതൊക്കെ കണ്ട് കാണുവാനും പല രംഗങ്ങളിൽ പലരിൽ കൂടി അന്വേഷിച്ച് പ്രാർത്ഥിപ്പാനും ദൈവം ഇടയാക്കി. തീർച്ചയായിട്ടും നാം ഇവിടെ ഓർത്തതുപോലെ ഏറ്റവും പ്രത്യാശയോടുകൂടി ദൈവസന്നിധിയിലേക്ക് താൻ ആയിത്തീർന്നിരിക്കുകയാണ്. സഭാപ്രസംഗിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, പൊടി പണ്ടായിരുന്ന പൊടിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തെങ്കിലേക്ക് പോകും. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നാം ഇവിടെ ആയിരിക്കുമ്പോൾ പ്രിയ ജോയിച്ചാൻ്റെ ഈ സംസ്കാര ശുശ്രൂഷയിൽ നാം പങ്കുചേരുമ്പോൾ എനിക്ക് മുമ്പേ കൃതദാസൻ മോൻസാൻ ഓർപ്പിച്ചതുപോലെ ഇവിടെ നടക്കുന്ന യാതൊരു ആത്മീയ ശുശ്രൂഷകളും പ്രിയ ജോയിച്ചാൻ്റെ ആത്മാവിന് വേണ്ടി ഉതകുന്ന വേണ്ടിയല്ല. നമുക്കിനിയും ചെയ്യാവുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. വിശുദ്ധന്മാർക്ക് ഉചിതമാവണ്ണം ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തതുപോലെ എല്ലാവിധമായ പ്രത്യാശയോടെ നമ്മുടെ ദാസനൊരു യാത്രയപ്പം നൽകുക എന്ന് മാത്രമാണ് നമുക്ക് അവശേഷിച്ചിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള പാട്ടും പ്രാർത്ഥനയും ഈ വാക്കുകൾ ദൈവവചന ശുശ്രൂഷയും ഒക്കെ കടന്നു വന്ന നമ്മുടെ ഭാവിയോടുള്ളവെന്ന് ചിന്തിപ്പാൻ തക്കണം അത് മുഖാന്തരമായി തീരണമെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ നിലയിൽ അല്പസമയം ചുരുങ്ങിയ ചില ചിന്തകൾ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്ക് ഏവർക്കും സുപരിചിതമായ വേദഭാവമാണ് ധനവാന്റെയും ലാസറിന്റെയും അനുഭവം. എന്നെ അതിലെ വിശദമായ ഭാഗങ്ങളിലേക്കൊന്നും കടപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ 16-ാം അധ്യായം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ഒരു വാക്ക് ഇതാണ്, ആ
ധനവാൻ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അടുത്ത ഭാഗത്ത് വായിക്കുന്നത്, അവിടെ ആ ധനവാനെ കുറിച്ച് ധനവാൻ മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ഇന്ന് പകൽക്കാലം ഈ രണ്ട് ചിന്തകളാണ് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത്. ലാസറും മരിച്ചു, ധനവാനും മരിച്ചു. ലാസറെ ദൂതന്മാർ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ധനവാൻ പാതാളത്തേക്ക് പോയി. എന്നാൽ അവിടെ കിടന്നുകൊണ്ട് നോക്കുന്നൊരു നോട്ടവും, അതോടൊപ്പം തന്നെ ലാസറിനെയും അബ്രഹാമിൻ പിതാവിന്റെ മടിയിലേക്ക് ലാസറിനെയും അബ്രഹാം പിതാവിനെയും കാണുവാൻ തക്കണം ഇടയായി. എന്താണ് കാരണം? നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. മരണത്തെ രണ്ട് സ്ഥാനത്തേക്കാണ് മനുഷ്യൻ മാറ്റപ്പെടുന്നത്. ലാസർ ആ പർദീസയിലേക്കും അഥവാ ധനവാൻ പാതാളത്തിലേക്ക് മാറ്റപ്പെടുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഈ സംസ്കാര സൂക്ഷിച്ച് പങ്കുചേരുന്ന പ്രിയപ്പെട്ട ഈ സത്യം അറിഞ്ഞേ മതിയാകുള്ളൂ. മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുകയല്ല, മരണത്തോടുകൂടി ജീവിതം ആരംഭിക്കുകയാണ്. രണ്ട് സ്ഥാനത്തിലേക്കാണ് മനുഷ്യൻ മാറ്റപ്പെടുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവിൽ മരിക്കുന്നവർ, അഥവാ ഈ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്ന പ്രകാരം ആ ധനവാനെ കുറിച്ച് അവസാനം വായിക്കുന്നത്, എൻ്റെ സഹോദരന്മാരെങ്കിലും മാനസാന്തരപ്പെടുമായിരുന്നു. അപ്പോൾ മാനസാന്തരപ്പെടാതെ, വീണ്ടും ജന്മം പ്രാപിക്കാതെ, പുതുജന്മം പ്രാപിക്കാതെ, രക്ഷിക്കപ്പെടാതെ മരണത്താൽ മാറ്റപ്പെടുന്ന വ്യക്തി ആരായിരുന്നാലും ശരി, അവർ പാതാളത്തിലേക്കും അഥവാ മാനസാന്തരപ്പെട്ട് പുതിയ അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തി ആരായിരുന്നാലും ശരി, അവർ പർദീസിലേക്ക് മാറ്റപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നെ ചിന്തിപ്പിച്ചത്, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഈ ധനവാന് അബ്രഹാമിനെ മനസ്സിലായി, ലാസറിനെ മനസ്സിലായി. പ്രത്യേകിച്ച് ഈ ധനവാൻ അബ്രഹാമിനെ മനസ്സിലായി. എന്താണ് അബ്രഹാമിനെ മനസ്സിലാകാൻ കാരണം? ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അബ്രഹാം അറിയപ്പെടുന്നത് വിശ്വാസികളുടെ പിതാവെന്നാണ് അബ്രഹാമിനെ അറിയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ ധനവാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അബ്രഹാമിനെ കുറിച്ചും തന്റെ വിശ്വാസ ജീവിതത്തെക്കുറിച്ചും ഒക്കെ വ്യക്തമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു ഈ ധനവാൻ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവന്റെ അനുഭവത്തിലേക്ക് അത് കൊണ്ടുവരുവാൻ തക്ക ഇവിടെയായില്ല. അബ്രഹാമിനെ കുറിച്ച് ഞാൻ വായിക്കുന്നത് ഇങ്ങനെയാണ്. അബ്രഹാം ആ കൽദര പട്ടണമായ ഊരിൽ നിന്ന് യാത്ര ആരംഭിച്ചു. ആ യാത്രയിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. റോമാലെന്ന് വായിക്കുന്നത്, അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. എബ്രാഹിം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. ഈ ധനവാന് അബ്രഹാമിനെ കുറിച്ചും അവന്റെ വിശ്വാസത്തെ കുറിച്ചും താൻ കേട്ടിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥമായി ആ അബ്രഹാമിന്റെ വിശ്വാസത്തെ പിൻപറ്റുവാൻ, ആ അബ്രഹാമിന്റെ വിശ്വാസത്തെ അംഗീകരിപ്പാൻ തക്കണം അവന് സാധ്യമല്ലാതെ അതിന്റെ ഫലമായി അവനിതാ പാതാളത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പകൽക്കാലം ഒരു സത്യം ഓർത്തേ മതിയാകുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും. യഥാർത്ഥമായി ഈ ചിന്ത നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. ആ ധനവാൻ, അവൻ ധനവാനായി തീർന്നതുകൊണ്ടോ ദിനം പ്രതി സുഖിച്ച് ജീവിച്ചത് കൊണ്ടോ ആഡംബരത്തോടെ കഴിഞ്ഞത് കൊണ്ടോ ഒന്നുമല്ല അവൻ പാതാളത്തിലേക്ക് പോയത്, യാതൊരു സ്ഥലത്തേക്ക് പോയത്. പിന്നെയോ എന്തുകൊണ്ടാണ് അവൻ മാനസാന്തരപ്പെട്ടില്ലായിരുന്നു? അവൻ മാനസാന്തരപ്പെടാഞ്ഞതിന്റെ ഫലമായി അവൻ പാതാളത്തിലേക്ക് പോയി എന്ന് നമുക്ക് തുറന്നുള്ള ഭാഗം നമുക്ക് കാണുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനാണ്. കാരണം അടുത്ത നിമിഷം നമ്മെ പിടിക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ നിത്യത എവിടെ ചെലവഴിക്കും? ഈ രണ്ട് സ്ഥാനത്തേക്കാണ് മാറ്റപ്പെടുന്നത്, പർദീസിലേക്കും പാതാളത്തിലേക്കും. എന്നാൽ നാം എവിടേക്കാണ് പോകുന്നത്? നമ്മെ തന്നെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ കടന്നു വന്ന അനേകം ദൈവമക്കളാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നാൽ ഭാവിയോടുള്ള ബന്ധത്തിൽ അടുത്ത നിമിഷം മരണം എന്നിൽ പിടിക്കപ്പെടുകയാണെങ്കിൽ എന്റെ നിത്യത എവിടെ ചെലവഴിക്കും? ലൂക്കോസിന്റെ സുവിശേഷം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അവൻ ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്റെ വിളവൊക്കെ നല്ലതായിട്ട് വിളഞ്ഞിരിക്കുകയാണ്, എന്റെ വിളവൊക്കെ നല്ലതായിട്ട് വിളഞ്ഞു. ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. എന്താ ചെയ്യാൻ പോകുന്നത്? എന്റെ കലപ്പുരകളൊക്കെ ഞാൻ പൊളിക്കാൻ പോവുകയാണ്. എന്നിട്ട് എന്റെ വലിയ കലപ്പുര ഞാൻ പണിയാൻ പോവുകയാണ്. എന്റെ വിളവെല്ലാം ഞാൻ അത് സ്വരൂപിക്കും. എന്നിട്ട് എന്നോട് തന്നെ പറഞ്ഞെങ്ങാം, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ആശ്വസിക്കുക. 4 കാര്യങ്ങൾ അവൻ പറയുന്നുണ്ട്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ആശ്വസിക്കുക. കർത്താവ് അവനോട് ചോദിക്കുന്ന ചോദ്യം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മൂടാ, ഈ രാത്രി നിന്റെ ആത്മാവ് നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ആ ധനവാന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അവന്റെ വിളവൊക്കെ നല്ലതായിട്ട് വിളഞ്ഞു. അവൻ കളപ്പുരകളൊക്കെ വലിയ പണിത് അത് സംഭരിക്കും. തന്നോടൊന്നേ പറഞ്ഞു, നീണ്ട ആയുസ് ഞാൻ ഇങ്ങനെ ജീവിക്കും. എങ്ങനെ ജീവിക്കും? തിന്ന് കുടിച്ച് ആനന്ദിച്ച് ആശ്വസിച്ച് ഞാൻ ഇങ്ങനെ ജീവിക്കും. എന്നാൽ കർത്താവിനോട് ചോദിക്കുന്നു, മൂടാ, ഈ രാത്രി നിന്റെ ആത്മാവ് നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാം? ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ചിന്തിക്കുക.
നമ്മെ തന്നെ ചിന്തിക്കുക. ഇന്ന് നാം ഈ ഭൂമിയിൽ മാറ്റപ്പെടുകയാണെങ്കിൽ നമ്മുടെ നിത്യം എവിടെ ചെലവഴിക്കും? കാലൊരു ക്രൂശിൽ കള്ളന്മാരുടെ നടുവിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അതിലൊരു കള്ളനോട് കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോട് ഒരു പരദീസയിൽ ഇരിക്കും. വിശ്വാസത്തോടുകൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകാൻ തക്ക ദൈവം സഹായിക്കട്ടെ. ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള വലുവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ പാവപരിഹാര ബലിയിൽ അഭയം പ്രാപിച്ച് പ്രത്യാശയുള്ള ജീവിതം നയിപ്പാൻ തക്കണം. ഇന്ന് ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ആരെങ്കിലും ഈ കർത്താവിനെ കണ്ടെത്താത്തവരുണ്ടെങ്കിൽ ഈ കർത്താവിനെ കണ്ടെത്തി ഒരു പുതിയ അനുഭവത്തിൽ ജീവിക്കുവാൻ തക്കണം ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയമാമയും പ്രിയ കുഞ്ഞുങ്ങളെയും മറ്റ് സഹോദരങ്ങളെയും മറ്റു കുടുംബാംഗങ്ങളെയും എല്ലാം വലിയവനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. കടപ്പുറ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമാണ് ഈ ദിവസങ്ങൾ ഈ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു സഭയാണെങ്കിലും ഇത്രത്തോളം ആ സമസ്തയും ദൈവം നിലനിർത്തുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് സുവിശേഷകൻ ബാലസംഘം കുമ്പനാട് സെന്ററിന്റെയും അതിന്റെ ജനറലിന്റെ എല്ലാ പ്രവർത്തന പേരുള്ള എല്ലാവിധമായ പ്രത്യാശയും ആ ദുഃഖവും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളിൽ നിന്ന് വിരമിക്കുകയാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖത്തിലിരിക്കുന്ന പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട പാസ്റ്റർമാരെ, സഹോദരന്മാരെ, ഈ സമയത്ത് നമ്മളെല്ലാവരും ദുഃഖത്തിലായിരിക്കുമ്പോൾ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഭാരങ്ങളുടെയും നടുവിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എന്നാൽ കർത്താവിലെ പ്രത്യാശയുള്ളവർക്കൊരു പ്രത്യാശയുണ്ട്, നിത്യമായ ഒരു ഭവനം നമുക്ക് സ്വർഗത്തിൽ നിന്നുള്ളത്. പ്രിയ ജോയിയെ പറ്റി പറയുമ്പോൾ ജോയിയുടെ ആയുസ് 65 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിപ്പാൻ ദൈവം അവസരം കൊടുത്തു. അത് അനുഗ്രഹകരമായി ജീവിച്ചു എന്ന് എനിക്ക് അവസരത്തിൽ പറയാൻ സാധിക്കും. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ വളരെ അസ്വസ്ഥതയിലായിരുന്നു, വളരെ പ്രയാസത്തിലായിരുന്നു. എങ്കിൽ പോലും പ്രാർത്ഥനയ്ക്കും പലയിടങ്ങളിലൊക്കെ ഓടിപ്പോവാനൊക്കെയും ദൈവം പ്രിയ സഹോദരനെ അനുവദിച്ചു. അതിന് ദൈവം അവസരം കൊടുത്തു. ഈ കഴിഞ്ഞ നാളുകളിൽ അസ്വസ്ഥയായിരുന്നപ്പോഴൊക്കെ ഇവിടെ പല പ്രാവശ്യം കടന്നു വന്ന് പ്രാർത്ഥിപ്പാനൊക്കെ അവസരം തന്നു. അവസരത്തിലൊക്കെ ജോയിയുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഒരു നിരാശയില്ലായിരുന്നു. കർത്താവ് കൊടുത്ത അവസരങ്ങൾ, കഷ്ടതയുള്ള ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്ന, പ്രയാസമുള്ള ലോകത്തിലാണ് ജീവിക്കുന്നതായുള്ള ഒരു വിശ്വാസം നിന്റെ മകനിലുണ്ടായിരുന്നു. അതായിരുന്നു ഒരു പ്രത്യാശ. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതായ ഒന്ന് മാത്രമാണ്. ഇവിടെ നമ്മൾ പാടുന്നു, നമ്മളിവിടെ വായിക്കുന്നു, ഓരോരുത്തരും അവരുടേതായ വചനങ്ങൾ ഘോഷിക്കുന്നു. അതെന്താണ്? നമ്മൾക്ക് വേണ്ടിയാണ്, പ്രിയ ജോയിക്ക് വേണ്ടിയല്ല. ജോയി നമ്മളിൽ നിന്ന് കടന്നു പോയപ്പോൾ നമ്മളും ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടവരാണെന്നുള്ളതായ ഒരു വിശ്വാസം, ഉറപ്പ് നമ്മൾക്കുണ്ടാകണം. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമുക്ക് ശാശ്വതമായ ഒരു ഭവനമില്ല. കർത്താവ് നിത്യമായ ഒരു ഭവനം നമുക്ക് സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട്, കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം. അതെങ്ങനെ നമുക്ക് ലഭിക്കും? അവിടെ എങ്ങനെ നമ്മൾ ചെന്നു ചേരുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ജീവിക്കണം. മറ്റുള്ളവർക്ക് അനുഗ്രഹപ്രദമായ രീതിയിൽ, ഉപകാരപ്രദമായ രീതിയിൽ, സന്തോഷത്തോട് ഈ ലോകത്തിൽ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വിനയത്തോട് ജീവിച്ചെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു അഭയസ്ഥാനം ലഭിക്കുകയുള്ളൂ. അതാണ് നമ്മൾ ഈ സമയത്ത് ഓരോരുത്തരും ഓർക്കേണ്ടതായ ഒന്ന്. ജോയി 65 വർഷക്കാലം ജീവിച്ചു. എന്നാൽ ധന്യമായ ജീവിതമാണ്. നമ്മൾ എത്ര നാൾ ജീവിച്ചെന്നല്ല, ജീവിക്കുന്ന സമയം കർത്താവിന് വേണ്ടി ജീവിച്ച് കർത്താവിൽ അർപ്പിച്ച് ജീവിപ്പാൻ സഹായിക്കണം. ഒരു ജോയിയെ സംബന്ധിച്ച് പറയുമ്പോൾ 2 കുഞ്ഞുങ്ങളെ അവർ പ്രദാനം ചെയ്തു. അവരൊക്കെയും അനുഗ്രഹകരമായി ജോലിയിലൊക്കെ പ്രവേശിച്ചു, കുടുംബജീവനം നയിക്കുന്നു. ആ ധന്യതയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യാം. അതാണ് ധന്യമായ ജീവിതം എന്ന് പറയുന്നത്. കഷ്ടപ്പാടുള്ള പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അതിലൊന്നും ഞങ്ങൾ തകർന്നു പോകാതെ, അതിലെ ദൈവം തന്ന അനുഗ്രഹമാണെന്ന് കൂടുതൽ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എപ്പോഴും ജീവിപ്പാൻ നമ്മളെ സഹായിക്കുന്നതിനായി ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കാനും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കാനും നമ്മൾ ഓരോരുത്തരും അതിന് ഒരുങ്ങണം. ഈ സമയത്ത് ഒന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾ അടുത്ത് താമസിക്കുന്നു. പല സമയങ്ങളിൽ ജോയിയെ കാണാനൊക്കെ ഇടയാകുമ്പോൾ വളരെ സന്തോഷത്തോടെ, ഈ കാലങ്ങളിൽ ഈ പ്രയാസമായിരുന്ന സമയങ്ങളിലും വളരെ സന്തോഷത്തോടെ, വളരെ വിശ്വസ്തയോടെ ജോയിയെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതാണ് നമ്മുടെ പ്രത്യാശ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊക്കെയും ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടവരാണ്. കടന്നു പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ലോക ജീവിതം കഷ്ടമുള്ളതാണ്. ഇന്ന് പല ഭവനങ്ങളെയും നമ്മൾ നോക്കുമ്പോൾ, ഇന്ന് വാർദ്ധക്യത്തിലിരിക്കുന്ന പല ആൾക്കാരെയും നമ്മൾ നോക്കുമ്പോൾ വളരെ പ്രയാസത്തിൽ കൂടിയാണ്, കഷ്ടത്തിൽ കൂടിയാണ് ഇന്ന് ഓരോ ഭവനത്തിലും ആൾക്കാർ നീങ്ങുന്നത്. അത് ഓർക്കുമ്പോൾ കർത്താവ് ജോയിക്ക് കൊടുത്ത ധന്യജീവിതം അനുഗ്രഹമായിരുന്നു. ഇന്ന് കഷ്ടതയുണ്ട്, രോഗമുണ്ട്, പ്രയാസമുണ്ട്. എന്നാൽ നമുക്ക് പ്രയാസമില്ലാത്തതും സങ്കടമില്ലാത്തതുമായ ഒരു നിത്യഭവനത്തിലേക്കാണ് പ്രിയ ജോയിയെ വിളിച്ച് ചേർത്തിരിക്കുന്നത്. ആ പ്രത്യാശയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ അവസരത്തിൽ എനിക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾ ഓരോരുത്തരും സന്തോഷത്തോടെ, അനുഗ്രഹത്തോടെ ഈ ലോകത്തിൽ ജീവിച്ച് പ്രത്യാശയുള്ളവരായിട്ട് അനുഗ്രഹത്തോടെ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോകണം. ജോയിയുടെ ഈ
നിര്യാണത്തിൽ ഈ കുടുംബത്തിനുള്ളതായ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. നന്ദി. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ട ജോയിയുടെ നിര്യാണത്തിൽ ദുഃഖിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളോടും ബന്ധുമിത്രാദികളോടും ഒപ്പം ഞാനും ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ഈ കുടുംബവുമായിട്ട് എനിക്ക് ദീർഘവർഷത്തെ ബന്ധമുണ്ട്. ഇവിടുത്തെ പിതാവ് പുത്തങ്കാവിൽ നിന്ന് ഇവിടെ വന്ന് താമസമാക്കിയെങ്കിൽ തന്നെയും താമസമാക്കിയ നാൾ മുതൽ, എൻ്റെ ചെറുപ്പകാലം മുതൽ ഇന്നാട്ടിലെ ഒരാളായിട്ടാണ് അദ്ദേഹം ഇവിടെ ജീവിതം ആരംഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത ആത്മീയതയിൽ ഉറച്ചു നിന്നതിനോടൊപ്പം തന്നെ നല്ല സാമൂഹ്യ ദർശനമുള്ളതായ വ്യക്തിയായിരുന്നു. അദ്ദേഹം വിശ്വസിച്ചിരുന്നതായ പ്രസ്ഥാനങ്ങളിലും ആദർശങ്ങളിലുമൊക്കെ ഉറച്ചു നിൽക്കുകയും അതിന് ചെറുപ്പക്കാർക്ക് വേണ്ട പ്രോത്സാഹനം നൽകുകയും ചെയ്തു. ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ അദ്ദേഹം മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങളൊക്കെ അദ്ദേഹത്തെ പുത്തൻകാവിൽ അപ്പച്ചനെന്നായിരുന്നു വിളിച്ചിരുന്നു. ഞാൻ 1995 ആദ്യമായി പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നതായ സമയത്ത് ഈ ഭവനത്തിൽ വന്ന ആ പിതാവിൻ്റെ പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കൂടെയാണ് ഞാൻ അന്ന് നോമിനേഷൻ പേപ്പർ കൊടുക്കാൻ പോയതെന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. ആ പിതാവിൻ്റെയും മാതാവിൻ്റെയും പ്രത്യാശാനിർഭരമായ ജീവിതവും സാമൂഹ്യ ദർശനവുമൊക്കെ ജോയിലുമേ പ്രതിഫലിക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നു. അങ്ങനെ നല്ല പാരമ്പര്യമുള്ളതായ, ഒരു നല്ല ആത്മീയ പാരമ്പര്യമുള്ളതായ, സാമൂഹ്യ ദർശനമുള്ളതായ കുടുംബമായിരുന്നു. ജോയിയുടെ മകളെ എനിക്ക് കോളേജിലെ പഠിപ്പിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ കുടുംബവുമായി അങ്ങനെ വളരെ ബന്ധപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയുടെ ആക്സിഡൻറ്റിനെ തുടർന്ന് ഞാനിവിടെ വന്നപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഏതാനും മാസങ്ങൾക്ക് മുൻപ് എനിക്ക് ക്ഷീണമുണ്ട്, ബാംഗ്ലൂരിൽ ചെക്കപ്പിന് പോകണം. ആ സമയത്ത് ഞാനും തോട്ടത്തിലെ ബാവും കൂടാണ് ഇവിടെ എത്തിയിരുന്നത്. വളരെ പ്രത്യാശയോടുകൂടെയാണ് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ നിര്യാണം ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം, ഈ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം, ബ്രദറൻ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തീരാനഷ്ടമാണ്. എന്നാൽ ദൈവവിളിക്ക് മുൻപിൽ നാം ആമേൻ പറയുകയല്ലാതെ നിവർത്തിയില്ലല്ലോ. ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു, തൻ്റെ ദൗത്യം നിർവഹിച്ചു, നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ വാടാത്ത കിരീടം പ്രാപിപ്പാനായി അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് സർവശക്തനായ ദൈവം ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ദുഃഖവും അനുശോചനവും അറിയിച്ചുകൊള്ളുന്നു. രോഗശയ്യയിലെനിക്കു വൈദ്യൻ, ശോകവേളയിലാശ്വാസകൻ, കൊടും വെയിലതിൽ തണലുമാവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ. കൊടും വെയിലതിൽ തണലുമാവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ. അവനെന്നും മതിയായവൻ, എൻ്റെ യേശു എത്ര നല്ലവൻ. അവനെന്നും മതിയായവൻ, എൻ്റെ യേശു വന്നിടുമ്പോൾ തിരുമാർവോടണഞ്ഞിടും ഞാൻ. പോയപ്പോൾ താൻ വേഗം വരും, എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. പോയപ്പോൾ താൻ വേഗം വരും, എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. അത്യന്തം ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് നാം എല്ലാവരും. മരണം എന്നത് ഒരു നിതാന്തമായ സത്യമാണ്. ആ സത്യത്തെ നമുക്ക് അംഗീകരിച്ചേ മതിയാവൂ. വിവിധങ്ങളായ ദുഃഖങ്ങൾ, മാതാപിതാക്കളുടെ ദുഃഖങ്ങൾ, സഹോദരങ്ങളുടെ ദുഃഖങ്ങൾ, സുഹൃത്തുക്കളുടെ, അങ്ങനെ
എല്ലാവരുടെയും ദുഃഖങ്ങൾ ഈ അവസരത്ത് പ്രകടമായി നാം കാണുന്നു. പക്ഷേ ഈ പ്രതിസന്ധിയെല്ലാം തരണം ചെയ്യണമെങ്കിൽ നമുക്ക് ജഗദീശ്വരൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും വേണ്ടതായിട്ടുണ്ട്. മരണമെന്ന നിനാദമായി സത്യത്തെ നമുക്ക് അംഗീകരിക്കണമെങ്കിൽ ദൈവവിശ്വാസം കൂടിയേ കഴിയൂ. ഈ എല്ലാ ദുഃഖത്തിൽ നിന്നും കയറുന്നതിന് വേണ്ടി ഈ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ജഗദീശ്വരൻ ആത്മസംയമനത്തോടെ പ്രാർത്ഥനയോടെ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും അനുശോചനവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എന്നതിനെക്കുറിച്ച് എൻ്റെ ദുഃഖം കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ 5 സഹോദരങ്ങൾക്ക് ഒരു സഹോദരിയാണ് ഉണ്ടായിരുന്നത്. ഈ പ്രദേശത്ത് അത് മേരിവിളയിൽ നിന്ന് വിവാഹാലോചന വന്നപ്പോൾ വളരെയധികം സന്തോഷം എനിക്കുണ്ടായി. കാരണം എൻ്റെ പിതാവ് ഇതിനടുത്ത സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ടായിരുന്നു. അന്ന് മുതൽ എൻ്റെ ഇളയ സഹോദരൻ എന്നുള്ള നിലയിൽ കാണുവാനും ഞങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷിപ്പാനും ഒക്കെ ഇടയായിട്ടുണ്ട്. ഞാൻ കടന്നു വരുമ്പോൾ വേലയൊക്കെ എങ്ങനെയുണ്ട്, ആത്മാക്കളെ കിട്ടിയോ എന്ന് ചോദിക്കും. സുവിശേഷന്മാർക്ക് എന്താണ് കുറവ്? ഞാൻ പറയും, ഒരു കുറവുമില്ല. സ്വർഗത്തിലെ ദൈവം സമ്പന്നനാണ് എന്ന് പറയുമ്പോൾ നല്ലൊരു പുഞ്ചിരി ചിരിക്കും. അങ്ങനെ കുമ്മനാട് കൺവെൻഷനോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ പ്രിയ അപ്പച്ചനും അമ്മച്ചിയും പറയുമായിരുന്നു, മലബാറിൽ നിന്ന് വന്ന സുവിശേഷന്മാരെ എല്ലാം വിളിച്ചുകൊണ്ട് വരണം. അങ്ങനെ പലപ്പോഴും ഇവിടെ ഈ ഭവനത്തിൽ പലർക്കും കടന്നു വരുവാനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് സന്തോഷത്തോടുകൂടെ മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. എൻ്റെ രോഗവിവരങ്ങൾ അറിഞ്ഞപ്പോൾ വളരെയധികം വേദനയും പ്രയാസവും ഉണ്ടായി. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹിസ്കിയാവിന് 15 വർഷം കർത്താവെ നീ നീട്ടിക്കൊടുത്തു. എൻ്റെ കുറവുകൾ ഒന്നും കണക്കിടാതെ അവരെ സഹായിക്കണം. നിന്റെ സാക്ഷ്യം നിറവേറ്റി ഈ പ്രദേശത്ത് ജീവിക്കണം. അതിനുവേണ്ടി അവർ ആയുസ് നീട്ടിക്കൊടുക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കർത്താവിന് ഈ നിലയിലായിരുന്നു പ്രസാദമായത്. അവൻ്റെ ദുരിതങ്ങൾ തീർന്നു, പ്രയാസങ്ങൾ തീർന്നു. അവൻ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തേബാനോസിൻ്റെ മൃതശരീരം ഭക്തിയുള്ള പുരുഷന്മാർ സംസ്കരിച്ചു എന്ന് വായിക്കുന്നുണ്ട്. അതുപോലെ ഈ പ്രദേശത്തുള്ള ദൈവദിനം ചേർന്ന് പ്രിയപ്പെട്ടവൻ്റെ ശരീരം സംസ്കരിക്കുവാനായിട്ട് അല്പ മണിക്കൂറുകൾ കഴിയുമ്പോൾ കൊണ്ടുപോകും. ആ നിലയിൽ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ അവനെയും ഞങ്ങൾക്ക് തേസ്കരിക്കപ്പെട്ട ഒരു ശരീരത്തോടുകൂടെ കാണാം എന്നുള്ള പ്രത്യാശ എനിക്കുണ്ട്. കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. എൻ്റെ സഹോദരി വളരെ ക്ഷീണിതയാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുഞ്ഞുങ്ങൾ, ജോയ്ക്കുട്ടിയുടെ സഹോദരിമാർ, സഹോദരൻ, ഇവർക്കെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം അവരുടെ ചെറുകാലം മുതൽ തന്നെ ഇടയായിട്ടുണ്ട്. കാരണം ഇതെല്ലാം അവർ ബാല്യത്തിലെ കർത്താവിനെ അറിയുവാൻ, കർത്താവിനെ അനുസരിപ്പാൻ, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് വിശ്വാസത്തിൽ ജീവിപ്പാനൊക്കെ കൃപ ചെയ്തു. അത് ദൈവം അവർക്ക് അനുഗ്രഹമായി കണക്കിട്ടിരിക്കുകയാണ്. പ്രിയ സഹോദരൻ്റെ ദേഹവിയോഗത്തിൽ വളരെയധികം ദുഃഖവും ഭാരവും വേദനയും എനിക്കുണ്ട്. എനിക്ക് താങ്ങാവുന്നതിലപ്പുറമായ പ്രയാസമുണ്ട്. എങ്കിലും വലിയവനായ കർത്താവ് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ അനേകരിവിടെ ഉണ്ട്. അവരുടെ എല്ലാവരുടെയും അനുശോചനം ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദുഃഖത്തിലിരിക്കുന്ന മോളിക്കുട്ടിയോടും അവരുടെ മക്കളായ ലിനിയോടും കുടുംബത്തോടും ലിജുവിനോടും
മറ്റ് സഹോദരി സഹോദരന്മാരോടും എല്ലാവരോടും ചേർന്ന് എനിക്കും കുടുംബമായിട്ട് കടന്നു വന്ന് ഈ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ഇടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിക്കുവാൻ ആരംഭിച്ചപ്പോഴാണ് ലിനി ഈ ദുഃഖവാർത്ത വിളിച്ചു പറയുന്നത്. നവംബർ മാസത്തിൽ കടന്നു വന്ന് ജോയിയെ കാണുവാനും ശുശ്രൂഷിപ്പാനും ഒക്കെ ആഗ്രഹിച്ചു. എന്നാൽ ദൈവഹിതം ഇപ്രകാരമായിരുന്നു. ഞങ്ങൾ ഉടൻ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇങ്ങോട്ട് പോരുകയായിരുന്നു. ഞാൻ ഈ കുടുംബത്തോട് ബന്ധം പുലർത്തിയത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ നേട്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഈ കുടുംബത്തിലുള്ള അപ്പച്ചനും അമ്മച്ചിയും മരുമക്കളെ സ്നേഹിച്ചത് മക്കളെക്കാൾ കൂടുതലായി സ്നേഹിച്ചു. എന്നെ വിളിക്കുന്നത് തന്നെ തമ്പിക്കുട്ടി എന്നാണ്. ഈ കുടുംബത്തിൽ നിന്നും എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ള ആ സഹകരണവും സന്തോഷവും എനിക്ക് ഒരിക്കലും മറക്കുവാനായിട്ട് സാധിക്കുകയില്ല. ജോയിക്ക് വേണ്ടി ചില വർഷങ്ങളായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ അടുത്ത സമയങ്ങളിൽ ആയുസ്സിനെ ദീർഘിപ്പിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ലായിരുന്നു. കർത്താവേ, കഷ്ടതയിലേക്ക് നീ അവനെ നീട്ടരുതേ, തിരുഹിതം അവനിൽ നിറവേറണമേ എന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. തൻ്റെ ക്ലേശത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും കഷ്ടതയിൽ നിന്നുമൊക്കെയും കൊടുത്ത വിടുതലിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ജാതികളെ പോലെ ദുഃഖിക്കരുത് എന്നാണ് ദൈവവചനത്തിൽ നാം വായിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയിലാണ് നാം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ മാനുഷികമായിട്ടുള്ള പ്രയാസങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരുമായി വിട്ട് കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകും. സങ്കീർത്തനക്കാരൻ 102-ാം സങ്കീർത്തനം 103-ാം സങ്കീർത്തനത്തിലും മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു, ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു. നമ്മുടെ പ്രകൃതി അവൻ അറിയുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു. വയലിലെ പൂ പോലെ അവൻ പൂക്കുന്ന കാറ്റന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു. എന്നാൽ ദൈവത്തിന്റെ ദയയോ അവന്റെ ഭക്തന്മാരുടെ മേലും അവന്റെ നീതി മക്കളുടെ മേലും ഉണ്ടാകും. സഭാപ്രസംഗം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, മനുഷ്യന്റെ ആത്മാവിനെ തടയുവാനോ ആത്മാവിനെ ദീർഘിപ്പിക്കുവാനോ ഒരു മനുഷ്യനും അധികാരമില്ല. മരണ ദിവസത്തിന്മേൽ അധികാരമുള്ള മനുഷ്യനുമില്ല. ഈ സഹോദരൻ ഇന്ന് കർത്താവിന്റെ സന്നിധാനത്തിൽ വിശ്രമിക്കുകയാണ്. ആയുസ്സിനെ ദീർഘിപ്പിച്ചു കിട്ടുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിലും അത് സൃഷ്ടിച്ച കർത്താവ് തന്റെ തക്ക സമയത്ത് തന്റെ മക്കളെ തന്റെ സന്നിധാനത്തിലേക്ക് വിളിച്ചു ചേർക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അവരളി ചെയ്യുന്നു. മർത്യനെ അവൻ പുഴിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മരണവും അത് കഴിഞ്ഞിട്ട് പിന്നീട് ന്യായവിധിയും നമുക്കുണ്ട്. കർത്താവ് ഈ ഭൂമിയുടെ മുഖത്തു നിന്നും പോകാൻ സമയമായപ്പോൾ ശിഷ്യന്മാരോട് ചില കാര്യങ്ങൾ പറഞ്ഞു. കുറഞ്ഞൊരു നേരം മാത്രം ഞാൻ നിങ്ങളോടുകൂടി ഇരിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പക്ഷേ ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരാൻ സാധിക്കില്ല. ഹൃദയം വളരെ കലങ്ങി അവരിയ്ക്കുമ്പോൾ ഒരു കൽപ്പന കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു: നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്നൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നിങ്ങൾ സ്നേഹിക്കണം. ഇതാണ് കർത്താവ് തന്ന കൽപ്പന. അതിനുശേഷമാണ് 14-ാം അധ്യായത്തിൽ ആശ്വാസവാക്കുകൾ പറയുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരെ, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂടുതലായിട്ടൊന്നും പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, സമയം പോരാ ഉണ്ടല്ലോ. ആ 14-ാം അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് ആശ്വസിപ്പിക്കുന്ന 2 വാക്കുകളുണ്ട്. അത് പ്രിയ ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളോട് എനിക്ക് പറയുവാനുണ്ട്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, സമാധാനം ഞങ്ങൾക്ക് തരുന്നു. എൻ്റെ സമാധാനം ഞങ്ങൾക്ക് ലോകം തരുന്നത് പോലെയല്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോവരുത്, ഭ്രമിക്കരുത്. ഞാൻ അനാഥരായി നിങ്ങളെ കൈവിടുകയില്ല, ഞാൻ പിന്നെയും നിങ്ങളുടെ അടുക്കൽ വരും. ഈ വചനങ്ങൾ നമുക്ക് ആശ്വാസം തരുന്നതാണ്. നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവ് മധ്യാഹ്നത്തിൽ വരുമ്പോൾ ജോയിയെ പോലുള്ള കർത്താവിൻ്റെ വിശുദ്ധന്മാർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ അവരോട് ഒപ്പം ചേർന്നു മധ്യാകാശത്തിൽ കർത്താവിനെ എതിരേൽക്കും. പിന്നീട് നാം കർത്താവിനോടുകൂടി ആയിരിക്കും.
ഈ വചനങ്ങളാൽ നിങ്ങൾ ആശ്വസിച്ചുകൊള്ളുകയും സ്വർഗസ്ഥനായ പിതാവ് ദുഃഖത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അവൻ്റെ ആശ്വാസത്താൽ ഹൃദയങ്ങളെ നിറയ്ക്കുകയും നമ്മുടെ കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തമായിട്ട് ചെയ്ത് നാം ദൈവത്തിൻ്റെ ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കുമെന്ന് കേൾക്കുവാൻ തക്കണവിടെയായി തരട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കറുത്ത സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ജോയിച്ചാൻ്റെ ഏറ്റവും ഇളയ സഹോദരിയുടെ ഭർത്താവാണ് ഞാൻ. 1984 ഡിസംബറിലാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. വിവാഹത്തിന് മുമ്പ് പെണ്ണ് കാണൽ എന്നൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങിനായിട്ട് ഈ ഒരു വീട്ടിൽ മാത്രമേ ഞാൻ വന്നുള്ളൂ. കഴിഞ്ഞ 27 വർഷങ്ങളായി ന്യൂയോർക്കിലെ സിറ്റിയിൽ വളരെ അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം നയിക്കുന്നതിന് ഒരുവനായ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്യും. അവധിക്കാല സമയങ്ങളിൽ ഇവിടെ വരുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരാഴ്ചയെങ്കിലും ഞങ്ങൾ കുടുംബമായി ഈ ഭവനത്തിൽ താമസിക്കാതെ ഒരിക്കലും മടങ്ങിപ്പോയിട്ടില്ല. ഒരു മിനിറ്റ് സമയമെങ്കിലും മനസ്സിന് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായി ഞാൻ ഈ ഭവനത്തിൽ ഇരുന്നിട്ടില്ല. എപ്പോഴും സന്തോഷത്തിൻ്റെ സമയങ്ങൾ മാത്രമേ എനിക്ക് അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ കടന്നു വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുന്നതിനായിട്ട് ചോദിച്ചാൽ വളരെ ഉത്സാഹിച്ചിരുന്നു. രാവിലെ തന്നെ താൻ എഴുന്നേറ്റ കടകളിലൊക്കെ പോവുകയും ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും വാങ്ങിക്കൊണ്ട് തിരക്ക് പിടിച്ചു വരികയും അങ്ങനെ എന്തെല്ലാം വേണമോ കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കുന്നതിനും എല്ലാം അവരെ എടുത്തുകൊണ്ട് നടക്കുന്നതിനും ഞങ്ങൾ വരുന്നത് ഒരു സ്വർഗം പോലെയായിരുന്നു തനിക്ക്. എന്നാൽ ഇനി അങ്ങനെ ഒരു അവസരം ഞങ്ങൾക്കിവിടെ ഇല്ല. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞ ഭാര്യ വീട് നഷ്ടപ്പെട്ടു. ശേഷിച്ചിരിക്കുന്നത് നമ്മളിമ്മയാണ്. പ്രിയപ്പെട്ടവർക്ക് കൂടുതൽ വിശദീകരിക്കുന്ന എല്ലാവർക്കും അറിയാം. അനേകരോട് അത് പറഞ്ഞു കഴിഞ്ഞ് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ശരീരത്തിൽ താൻ വളരെ ബലഹീനയാണ്. പ്രിയപ്പെട്ടവളെ ഓർത്ത് എല്ലാവരും വിശേഷാൽ പ്രാർത്ഥിക്കണമെന്ന് വിശേഷാൽ അപേക്ഷിക്കുന്നു. മക്കള് ചില ദിവസം കഴിയുമ്പോൾ ഇവിടെ നിന്ന് അവരുടെ ഉപജീവന മാർഗമായിട്ട് അവര് അമേരിക്കയിലേക്ക് പോകും. തനേകരായിരിക്കുമ്പോൾ ധാരാളമായ ദൈവത്തിൻ്റെ കൃപയും ആശ്വാസം ലഭിക്കേണ്ടതിനു വേണ്ടി നിങ്ങളെല്ലാവരും വിശേഷാൽ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മക്കൾ ലിജിയും കുടുംബവും അതുപോലെ ലിജുവും അവരും വളരെ പ്രയാസത്തിലാണ്. അവരുടെ പിതാവിൻ്റെ വേർപാട് ഒരുപാട് പ്രായമൊന്നും കൂടിപ്പോയിട്ടല്ല. കർത്താവ് വിളിച്ച് തൻ്റെ സന്നിധിയിൽ ചേർത്തു. നമുക്ക് ചോദിക്കുവാനായിട്ട് അവകാശമില്ല. ദൈവം പ്രിയപ്പെട്ടവർക്ക് വേണ്ടതായ ആശ്വാസം നൽകട്ടെ. എൻ്റെ ഭാര്യയും ശരീരത്തിൽ വളരെ ബലഹീനയാണ്. വളരെ പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ ന്യൂയോർക്കിൽ നിന്നും യാത്ര ചെയ്തിട്ട് എത്തിയ അബുദാബി എയർപോർട്ടിൽ വന്നപ്പോൾ ലിഫ്റ്റിലാണ് എൻ്റെ ഭാര്യയെ പ്ലെയിനിലേക്ക് കയറ്റിയത്. സ്റ്റെപ്പ് കയറുവാൻ പോലും സാധിക്കാത്ത സാഹചര്യമായിരുന്നു. ദൈവജനത്തിൽ നിന്ന് 1 മണിക്കൂർ എനിക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സമയം വളരെ കടന്നുപോയി. മാത്രമല്ല മണ്ണാർത്തയിൽ നിന്ന് ഞങ്ങളുടെ മാതൃസഭയായ മണ്ണാർത്തയിൽ നിന്നും കർത്താവിനദാസൻ കെ വി മാത്യു ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് സമയം വേണമല്ലോ. അതുകൊണ്ട് ദൈവജനത്തിൽ നിന്ന് ഒരു വാക്കും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെല്ലാവരെയും ഇവിടെ കൂടിയിരിക്കുന്ന ദൈവമക്കൾ വിശേഷാൽ പ്രാർത്ഥനയിൽ ഓർക്കണം. നമ്മെ വിട്ടുപിരിഞ്ഞ ചോദിച്ചാൻ ശോഭയുള്ള ആ തുറമുഖത്ത് നമുക്ക് കാണാമെന്നുള്ള പ്രത്യാശ നമുക്കുണ്ട്. മോളിമാമയ്ക്കുണ്ട്, മക്കൾക്കുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. തുടർന്ന് ഞങ്ങളെ പ്രാർത്ഥനയിൽ വഹിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മരണം ഏത് പ്രായത്തിലായാലും അടുത്തവർക്കും ബന്ധുക്കൾക്കും അത് വളരെ വേദന ഉളവാക്കുന്ന ഒന്ന് തന്നെയാണ്. എങ്കിലും ദൈവം ഒരുക്കിയ മാർഗത്തിലൂടെ നാം കടന്നുപോയേ മതിയാകൂ. ഈ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. പ്രിയ രാജസഭൻ ഓർപ്പിച്ചതുപോലെ ഈ പ്രിയപ്പെട്ട സഹോദരൻ്റെ പെങ്ങള് മണ്ണാർത്തറ സഭയുടെ ഒരംഗമാണ്. ആ വലിയ ബന്ധത്തിലാണ് ഈ വാർത്ത അറിഞ്ഞപ്പോൾ വരുവാൻ എനിക്ക് പ്രേരണ ഉണ്ടായത്. കഴിഞ്ഞ നാളുകളിൽ രോഗമുള്ള ഒരു ശരീരത്തോടുകൂടെ തികച്ചും ബലഹീനമായ അവസ്ഥയിൽ
അവസാന നാളുകൾ കഴിച്ചു കൂട്ടിയെങ്കിലും തനിക്ക് വലിയ പ്രത്യാശയോടുകൂടെ ആ പ്രത്യാശ തീരത്തേക്ക് താൻ ചേർക്കപ്പെട്ടു. തന്നിൽ ഉണ്ടായിരുന്ന പ്രത്യാശയുടെ അടയാളമാണ് ഇന്നിവിടെ ശാന്തമായി പ്രത്യാശയോടുകൂടെ ജനം ഇരിക്കുന്നതിൻ്റെ കാരണം. പ്രിയപ്പെട്ടവർക്കോ ബന്ധുക്കൾക്കോ കുടുംബത്തിലുള്ളവർക്കോ വേദനയോ ദുഃഖമോ ഇല്ലാഞ്ഞിട്ടല്ല, എന്നാൽ ആ വേദനയെ അതിജീവിക്കുന്ന ഒരു ദൈവകൃപ നമുക്കുണ്ട്. ഞാനിന്ന് രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു കാര്യം ഓർത്തു. അനേകരുടെ മരണരംഗത്തിൽ അവർക്ക് പ്രതീക്ഷയില്ലാതെ പ്രത്യാശയില്ലാതെ അലമുറയിട്ട് പോകുന്നു. എന്നാൽ നമുക്ക് ആ നിലയിൽ വരാതെ നമുക്കൊരു പ്രത്യാശയുണ്ട്. കാരണം നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. ഇത് പറയാനുള്ള അവകാശം, പ്രൈസ് ദി ലോർഡ്, ഇത് പറയാനുള്ള ആ വലിയ കൃപ നമുക്ക് മാത്രമേ ഉള്ളൂ. കർത്താവിന് വിശ്വസിച്ച ദൈവത്തിൻ്റെ പൈതലിൻ്റെ വിയോഗത്തിൽ മാത്രമേ ആശ്വസിക്കാൻ കഴിയുള്ളൂ. ഞാനിങ്ങനെ പറയട്ടെ, തുറക്കപ്പെട്ട ഒരു കല്ലറയുടെ മുൻപിൽ നിന്നാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തീയ പ്രത്യാശയതാണ്. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. നാം വായിക്കുന്നു, ആദ്യഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് അവൻ്റെ വരവിങ്കൽ അവനുള്ളവർ ഉയർത്തെഴുന്നേൽക്കും. അവൻ്റെ വരവിങ്കൽ അവനുള്ളവർ ഉയർത്തെഴുന്നേൽക്കും. ഇവിടെ ഇരിക്കുന്ന സദസ്സിൽ ഏറിയ പങ്കും കർത്താവിനുള്ളവരാണ് എന്നെനിക്കറിയാം. എന്നാൽ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് ക്രിസ്തീയ പാരമ്പര്യത്തിലൊക്കെ ജീവിച്ചിട്ടും ഇതുവരെ യേശുക്രിസ്തുവുമായി വ്യക്തിബന്ധം സ്ഥാപിക്കാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നു എങ്കിൽ വളരെ കൃത്യമായി പറയട്ടെ, അവർ അവനുള്ളവരല്ല, അവരുടെ വിടപ്പെടാൻ പോകുകയാണ്. യേശുവിനെ കർത്താവായി സ്വീകരിച്ച ദൈവത്തിൻ്റെ പൈതലിന് മാത്രമേ പ്രത്യാശയുള്ളൂ. നമ്മുടെ കർത്താവ് എത്രയും വേഗം വരും. കർത്താവിൻ്റെ വരവിൻ്റെ അടയാളം ഇന്ന് വിവിധ നിലയിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വാക്കുകളെ ദീർഘിപ്പിക്കുവാൻ സമയമെടുക്കുന്നില്ല. ഞാനിങ്ങനെ പറയട്ടെ, നമ്മൾ വിദേശയാത്ര ചെയ്യുമ്പോൾ, വിസിറ്റിങ്ങിൽ യാത്ര ചെയ്യുമ്പോൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് പോകുന്നത്. നമുക്കൊക്കെ അറിയാം. ഗൾഫിലേക്ക് പോവുകയാണെങ്കിൽ റിട്ടേൺ ടിക്കറ്റും കൊണ്ടാണ് പോകുന്നത്. ഇറങ്ങുമ്പോഴേ ചോദിക്കും റിട്ടേൺ ടിക്കറ്റ്, അതും ചോദിക്കും, കാണിക്കും. ഈ പ്രിയപ്പെട്ട സഹോദരൻ 66 വർഷം മുമ്പ് വിസിറ്റിങ്ങിന് ഭൂമിയിലേക്ക് വന്നതാണ്. ഇവിടെ സ്ഥിരതാമസമൊന്നുമല്ലായിരുന്നു. വിസിറ്റിങ്ങിന് വന്നപ്പോൾ തന്നെ റിട്ടേൺ ടിക്കറ്റും കൊടുത്താണ് വിട്ടത്. പക്ഷേ അത് കൺഫേം ആയത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്. ആ ടിക്കറ്റ് കൺഫേം ആയി കഴിഞ്ഞപ്പോൾ താൻ മടങ്ങിപ്പോകുവാനിട വന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, കൺഫേം ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം പോലും താമസിക്കാൻ സാധ്യമല്ലല്ലോ. ടൈം കഴിഞ്ഞാൽ അവിടെ താമസിക്കാൻ പറ്റില്ല, മടങ്ങിയേ പറ്റുള്ളൂ. പ്രിയമുള്ളവർ, ഈ ടിക്കറ്റ് നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. നമ്മുടെ റിട്ടേൺ ടിക്കറ്റ് ഇല്ലാത്ത ആരും ഇവിടെ ഇല്ല. ഒരു കാര്യം ഉറപ്പ് വരുത്തണം, എപ്പോഴാണ് റിട്ടേൺ, എപ്പോഴാണ് മടങ്ങിപ്പോകേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. തമ്പുരാൻ ആ ടിക്കറ്റ് കൺഫേം ചെയ്ത് കഴിയുമ്പോൾ നാം ഇവിടുന്ന് പുറപ്പെടും. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിൽക്കുവാൻ, കർത്താവിന് വേണ്ടി ഓടുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. അത് വളരെ ഗൗരവമായിട്ട് ഓർക്കുക. രക്ഷിക്കപ്പെടാത്ത പ്രിയപ്പെട്ടവരാരെങ്കിലും എന്നെ കേൾക്കുന്നു എങ്കിൽ വാസ്തവമായി കർത്താവിനെ അറിയുവാൻ, ദൈവകൃപയിലേക്ക് വരുവാനിട ഞാനൊരു വാക്യം മാത്രം വായിച്ച് ഇരിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. ഇവിടെ ജീവിക്കുന്നു താൽക്കാലികമായ ജീവിതം. നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ തനിക്ക് സ്വന്തമായൊരു കൂടാരമില്ലായിരുന്നു, തലചൊളിപ്പാൻ ഇടമില്ലായിരുന്നു, തലചായ്പാൻ ഇടമില്ലാത്തവനായി ജീവിച്ചു. എന്നാൽ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി അവൻ കൂടാരം ഒരുക്കിയിരിക്കുന്നു. യോഹന്നാൻ കാണുന്ന മനോഹരമായ കാഴ്ച, ഇതാ ദൈവത്തോടുകൂടെ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, ദൈവിക കൂടാരത്തിലേക്ക് പ്രിയപ്പെട്ടവൻ പ്രവേശിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കും ആ വീടൊരുക്കി കർത്താവ് നമുക്ക് വേണ്ടി വീടൊരുക്കുന്നു. 2000 കൊല്ലമായി വീടൊരുക്കി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ പ്രവേശിക്കാനുള്ള ദിവസങ്ങൾ അടുത്ത് വരികയാണ്. പലപ്പോഴും ഈ സംസ്കാര ശുശ്രൂഷകൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇന്ന് നാം ഇതിൻ്റെ മുൻപിലിരിക്കുന്നു. ഇന്ന് പ്രിയപ്പെട്ടവനെ നാം യാത്ര അയക്കുന്നു. അടുത്ത യാത്രയപ്പോൾ ആർക്കറിയാം? ഞാനാണെങ്കിൽ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? അടുത്ത പെട്ടി ഒരുക്കുന്നത് എനിക്ക് വേണ്ടിയാണെങ്കിൽ, അടുത്ത ചരമപ്രസംഗം എൻ്റെ സമീപയാണെങ്കിൽ, അടുത്ത കുഴി തോണ്ടുന്നത് എനിക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? നാം ഒന്ന് ഒരുങ്ങാനുള്ള അവസരം. സംസ്കാര ശുശ്രൂഷയൊക്കെ വിശ്വാസികൾക്ക് പ്രത്യാശ ഉണർത്തുവാനും യാത്രയ്ക്ക് വേണ്ടി ഒന്നുകൂടെ ഒരുങ്ങുവാനുള്ളൊരവസരമായിട്ട് ഇത് തീരുകയാണ്. പ്രിയപ്പെട്ടവർ, നമുക്ക് ഒരുങ്ങാം.
ദുഃഖത്തിന് പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, കുടുംബത്തെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മണ്ണാർത്തറ സ്ഥലം സഭയിൽ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിലും ഈ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. കർത്താവ് നമ്മെ ഏവരെയും ആശ്വസിപ്പിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവ് എത്രയും വേഗം വരും. അവനെ എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. God's name be glorified. Jochan and my daddy are first cousins from the paternal end. So in position, Jochan is my father. During the years of my engineering college life, he was literally my father for me. And this family was home. I used to come here almost every weekday. Lini and Liju were small children at that time. And today when I see Jochan, fond memories come back to me. And my sorrow is exceedingly great. But as the earlier speakers have mentioned, we have a great rejoicing that one day we will see Jochan in the beautiful city of God called Zion. On behalf of my family, my daddy and mummy could not make it due to health reasons, and my 3 brothers and their family. On behalf of late Mary George and family, on behalf of Anna Macharian and family from Bombay, on behalf of Dinama Samuel and family, and on behalf of A.G. George and family, we would like to remind Molly Auntie, Lini and family, and Liju, Vechan and family, Kunimol Auntie and family, Leela Auntie and family, that our thoughts and prayers are with you, and we share in your grief. Thank you. May the name of the Lord be glorified. Uncle Joychand is my wife's uncle. It has only been from March that we had been so much associated with. Uncle Joychand came to Bangalore, and it was our joy and privilege to serve him at Bangalore Baptist Hospital for his cancer treatment. And all the while when he comes there, it has been a joy for us and to talk a lot of our family matters. Even last Monday, along with Thangachan and Amama, we could come and visit him. And we never thought that that would be our farewell meeting. He was so joyful when we met together. But I know that, we all know that, he's now in a better place where there's no more pain or sorrow. And my prayer this afternoon is that may the God of all comfort may grant them grace and peace during this time, and may his name be glorified. നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ 3 സഹോദരന്മാരും 2 സഹോദരന്മാരുമാണ്. എൻ്റെ നേരെ മൂത്തതാണ് ജോയ്. എല്ലാവരും ആദ്യകാലത്ത് തന്നെ ബോംബെയിലും ജോലിയോടുള്ള ബന്ധത്തിലും അമേരിക്കയിലും ഒക്കെ ആയി. ഞങ്ങൾ 2 പേരുമായിരുന്നു നാട്ടിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തിരി ക്ലോസ് ആയിരുന്നു. ഞാനിവിടെ അമ്മയെ കാണാനെന്നും വരും. തമാശൊക്കെ പറയും, എന്തിനാ ഇവിടെ വന്നത്, നിനക്ക് വെള്ളം പോലും തരികയല്ല എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു, ഞാൻ കിണറ്റിന്ന് കോരി കുടിച്ചോളാം, എനിക്ക് വെള്ളം തരാന്നിട്ടല്ല. ഞങ്ങളെ തമാശെല്ലാം പറയുമായിരുന്നു. മോളും അമ്മയാന്നേലും ഞാൻ എപ്പോഴും ഇവിടെ വരും അച്ഛനെ അമ്മയെ കാണാൻ. ഒരു വാക്ക് പോലും ഞങ്ങൾ തമ്മിൽ കറുത്ത് പറയാനായിട്ടിടയായിട്ടില്ല. എല്ലായിടത്തുമുള്ള നാത്തും പോരും വന്നു ഈ വീട്ടിലെല്ലായിരുന്നു. ഞങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് ആയിട്ട് സന്തോഷമായിട്ട് കടന്നുപോയി. എന്നാ പറയാ, സമയത്ത് എനിക്കിവിടെ വന്ന് താമസിക്കുവാൻ എന്നെ കൊണ്ടും കർത്താവ് സഹായിച്ചു. കൂടെ ഞാനിവിടെ വരുമായിരുന്നു. ഒരു ദിവസം 2-3 പ്രാവശ്യം ഞാൻ എൻ്റെ ഫോൺ വിളിക്കുമായിരുന്നു വിവരങ്ങൾ അറിയാനായിട്ട്. ചില സമയത്ത് വന്ന് കാണുമ്പോൾ നമ്മളും മാമയോടും പറഞ്ഞു, ഈ കിടപ്പ് നീട്ടി കൊടുക്കാതിരുന്നാൽ നല്ലതായിരുന്നു, ദൈവം നല്ലൊരു കടന്നുപോക്ക് കൊടുത്താൽ വളരെ നല്ലതായിരുന്നു എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ് നിലയിൽ കൂടുതൽ കിടന്ന് കഷ്ടപ്പെടുവാനിടയാകാതെ വേണം കർത്താവിന് ദൈവത്തിൻ്റെ സന്നെ ചേർത്തുകൊണ്ട് അതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കുഞ്ഞുങ്ങളോടാന്നേലും
ഇത്ര വളരെ എൻ്റെ പിള്ളേരെ സ്നേഹിച്ച വേറൊരാളില്ല. അവരിവിടെ വന്ന് താമസിക്കുമ്പോൾ അവരെന്ത് പറയുന്നു അതെല്ലാം അവർക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ഞാൻ എല്ലാം ചുമ്മാ അവരോട് പറയും, എടി അത് പറയടി ഇത് പറയടി എന്ന് എല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ക്രിസ്മസിൻ്റെ സമയത്ത് അവിടെ പിള്ളേർക്ക് കേക്ക് വാങ്ങിച്ചു കൊടുത്തതിന് ശേഷമേ തിരിച്ചു വരുമ്പോഴേ ഇവിടെ കേക്ക് വാങ്ങിക്കത്തുള്ളൂ. ഇവിടെ ഒരു കൊല വെട്ടിയാൽ അത് ചുമക്കുന്നതിന് മുമ്പ് എൻ്റെ അവിടെ കൊണ്ടുതരും. എനിക്ക് അനേക വർഷങ്ങളായി ബാക്ക് പെയിനുണ്ട്, ഹോസ്പിറ്റൽ പ്രയാസമുണ്ട്. സ്ഥാനത്തൊക്കെ ഞാൻ ഇവിടെ ഹോസ്പിറ്റലിലായിരുന്നാലും വീട്ടിലായിരുന്നാലും ഒക്കെ വന്ന് എന്നെ അന്വേഷിക്കുകയും എന്നെ ഏറ്റവും ശുശ്രൂഷിക്കുകയും ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ്. അവിടെ അതിയായ ദുഃഖമുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളും വളരെ ദുഃഖത്തിലാണ്. അവരുടെ ദുഃഖം ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. ഉടമവേ ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ, സർവാശ്വാസം നൽകണം ദൈവം. അവരെ സഹായിക്കട്ടെ, ലിനിയും ലിജിയും അവരെ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ സഹോദരിമാരോടെല്ലാം ഞങ്ങൾക്ക് ഭയങ്കര കാര്യമായിരുന്നു. അവർ വന്നാൽ ആരെന്നില്ല എല്ലാവരോടും, വേറെയും കുഞ്ഞുങ്ങളും എല്ലാവരോടും വലിയ കാര്യമായിരുന്നു. എത്രമേൽ ഞങ്ങളുടെ സ്നേഹിച്ച ഞങ്ങളുടെ പ്രിയ സഹോദരനാണ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. ദുഃഖമുണ്ട്, ഇതൊക്കെ ഈ സമയത്ത് അറിയിക്കുന്നു. വാഴ്ത്തപ്പെടുവാറുണ്ട്. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, ബഹുമാന്യരായിട്ടുള്ള സഭാംഗങ്ങളെ, പ്രിയമുള്ള നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, അന്തരിച്ച ബഹുമാന്യനായ ജോയിച്ചാൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കോയിപ്പുറം പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ജോയിച്ചാൻ നാട്ടിലെല്ലാവർക്കും തന്നെ പ്രിയപ്പെട്ടവനും മറ്റുള്ളവർക്ക് തന്നാൽ ആവുന്ന വിധം സഹായങ്ങൾ ചെയ്യുകയും പൊതുജന മധ്യത്തിൽ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് നേരിട്ട് അറിവുള്ള കാര്യമാണ്. പ്രിയപ്പെട്ട അമ്മാമ്മയ്ക്ക് ഇടയ്ക്ക് ആക്സിഡൻ്റ് ആയപ്പോൾ ഒരു ദിവസം എനിക്കിവിടെ വരുവാനും അമ്മാമ്മയെ അച്ഛനെ കാണുവാനും സംസാരിക്കുവാനും ഇടയായിട്ടുണ്ട്. എന്നാൽ എപ്പോഴും ആളുകൾ പറയും ഈ കുടുംബത്തിൻ്റെ കാര്യം, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മാതൃകയായി ജീവിച്ചിരിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യജനകമായ കാര്യമാണ്. കർത്താവിൽ നിദ്ര പ്രാപിച്ച ജോയിച്ചാനെ നമ്മൾ നല്ലൊരു തീരത്ത് വെച്ച് വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയുടെ ക്രിസ്തീയ മരണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ആ പ്രത്യാശയിൽ നമ്മൾ സമാധാനിക്കുകയും കുടുംബാംഗങ്ങളെ സമാധാനിപ്പിക്കുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. കർത്താവിൻ്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട ജോയിക്കുട്ടി താൻ ശാരീരിക ക്ലേശം തുടങ്ങിയപ്പോൾ മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചില വർഷങ്ങൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ദുഃഖങ്ങളും ശാരീരിക ക്ലേശങ്ങളും താൻ അനുഭവിച്ചു. എന്നാൽ ആ പ്രതികൂലമായ ആ ജീവിതത്തിൽ താൻ പതറിപ്പോകാതെ താൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് താൻ അറിഞ്ഞുകൊണ്ട് ആ ദൈവത്തിൽ അടിയുറച്ച് തൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ആ വിശ്വാസം അനുകരിപ്പാനും അതിൽ ഉറച്ചു നിൽപ്പാനും ഇതെല്ലാം അല്പനേരത്തേക്കേ ഉള്ളൂ എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇതിനപ്പുറമായിട്ട് ഒരു നിത്യഭവനമുണ്ട്. ഇവിടെ നാം വെറും ഏലിയൻസാണ്. ഞങ്ങൾ അമേരിക്കയിലേക്ക് കടന്ന് 75 കടന്നു പോയപ്പോൾ ഏലിയൻസായിട്ടാണ് പോയത്. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഒരു ചെറിയ കുടിയേറ്റം അല്പനാളത്തേക്കുള്ള. അതുപോലെ ഇവിടെ നാം ചുരുങ്ങിയ നാളുകൾ മാത്രമാണ്. ഒരുവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിപ്പാൻ എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നാം എത്രമാത്രം ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ജീവിച്ചു
അതിനനുസരിച്ച് ഉള്ള പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രിയാമോളുകുട്ടി ഭയങ്കരമായ ആക്സിഡന്റിൽ അപകടത്തിലായപ്പോൾ താൻ ശരീരത്തിൽ ക്ഷീണമുള്ളവനാണ്, രോഗമുള്ളവനാണ്. എന്നാൽ ദൈവമായ കർത്താവ് ഒരു അത്ഭുത സൗഖ്യം തനിക്ക് കൊടുത്തു. നന്നായി ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ട എല്ലാം ശുശ്രൂഷയും നൽകുവാൻ തക്കവണ്ണം തന്നെ ദൈവം ബലപ്പെടുത്തി ശക്തീകരിച്ചു. ഒരു വണ്ടറാണ്, ഒരു മിറാക്കിളാണ്. ദൈവത്തിന് സ്തോത്രം. താൻ ഈ കഴിഞ്ഞ നാളുകളിൽ വളരെ കഷ്ടതയുടെ തീച്ചൂളയിലായിരുന്നു. താൻ കടന്നു പോകുന്നതിൻ്റെ തലേ രാത്രി ഞങ്ങൾ ഉറങ്ങാൻ നേരത്ത് പ്രാർത്ഥിച്ചത്, കർത്താവെ, ജോയിക്കൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അതെ വാക്ക്, കർത്താവെ, കഷ്ടതയുടെ കഠിനതയുടെ തീച്ചുളയിൽ പോകുന്നു, അവിടുന്ന് മനസ്സലിയണം, കർത്താവ് കൃപ ചെയ്യണം. പിറ്റേന്ന് രാവിലെ 7:15 അവിടെ പ്രഭാതത്തിൽ 7 മണി ആയിരിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ വൈകിട്ട് 5:30 മണി. വാർത്ത കേട്ടത് താൻ പ്രത്യാശ വെച്ച കർത്താവിൽ കടന്നു പോയി. ഞാൻ അമേരിക്കയുടെ നാസ കാണാൻ പോയപ്പോഴേ ചന്ദ്രനിലേക്ക് പോയവരുടെ ആ ഡ്രസ്സൊക്കെ ഒന്ന് അവിടെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ നോക്കി. സ്പെഷ്യൽ ഡ്രസ്സാണ്. ഇപ്പം ഒരു യാത്ര നമുക്കുണ്ട്, നമുക്ക് ഒരുങ്ങണം, ഒരു സ്പെഷ്യൽ ഡ്രസ്സ് വേണം. ചന്ദ്രനെക്കാട്ടിൽ 1000 വാനഗോളങ്ങളെ താണ്ടി അപ്പുറത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അതിന് സ്പെഷ്യൽ ഡ്രസ്. അതിൻ്റെ അർത്ഥം നല്ല ജീവിതം. വചനം പോൽ തൻ വരവിനായി ഒരുങ്ങിടുന്നു എന്ന് പാട്ടുകാരൻ പാടിയിരിക്കുന്നു. അപ്പം ജീവിതമാകുന്ന നല്ല വസ്ത്രം, വെണ്മയുള്ള വസ്ത്രം നാം ധരിച്ചെങ്കിൽ മാത്രമേ അവിടെ നഗരത്തിൽ ഗോപുരത്തിൽ കൂടെ പ്രവേശിക്കുവാൻ നല്ല വസ്ത്രമില്ലേ, അങ്ങോട്ട് അഡ്മിഷനില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമായ കർത്താവ് എല്ലാ വിധത്തിലും ഉള്ള ആശ്വാസം പ്രിയ മോളുകുട്ടിക്കും, പ്രിയ സഹോദരങ്ങൾ, പ്രിയ ബേബിച്ചായന് സഹോദരങ്ങൾ, മേരി, ലീലാമ്മ, കുഞ്ഞുമോളെ കുടുംബം, പ്രിയ മോളെയും കുടുംബത്തെയും, പ്രിയ ലിജുവിനെയും, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് ദൈവം ആശ്വസിപ്പിച്ച് അല്പനാളുകൂടുള്ള ഈ മരുഭൂപ്രയാണ യാത്ര ശക്തീകരിക്കട്ടെ. മാൻപേടക്കാർക്ക് തുല്യമായ ശക്തി അവരുടെ മേൽ പകർന്ന് തേജസ്സും ഉള്ളവരായി ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്